ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ആർക്കും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതിനെ യേശുവിന് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുവാൻ യേശുവിന് സാധിക്കും. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൽ ആദ്യം കാണുന്നത് ഗദരദേശത്തുള്ള അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെയാണ്. അതിൻ്റെ 3-ാം വാക്യം പറയുന്നു, അവൻ കിടന്നിരുന്നത് കല്ലറകളിൽ ആയിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. 4-ാം വാക്യം പറയുന്നു, ആ മനുഷ്യൻ തന്നെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ പോലും പൊട്ടിച്ചു കളഞ്ഞിരുന്നു. 4-ാം വാക്യം അവസാനം പറയുന്നു, ആർക്കും അവനെ അടക്കുവാൻ അല്ലെങ്കിൽ ശാന്തമാക്കുവാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ദൈവാത്മാവ് പറയുന്നത് അതാണ്. ആർക്കും പരിഹരിക്കാൻ സാധിക്കാത്തതിനെ, ആർക്കും പൂർണ്ണമായ ഒരു വിടുതൽ നൽകിത്തരുവാൻ സാധിക്കാത്തിടത്ത് ഗദരദേശത്ത് കയറി ചെന്നതുപോലെ വീടിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കും, അവന് അവസ്ഥകളെ മാറ്റുവാൻ സാധിക്കും. അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. ഈ മനുഷ്യൻ കിടന്നിരുന്നത് വചനം പറയുന്നു കല്ലറയിലാണ്. കല്ലറ എന്നത് ഒരു മനുഷ്യൻ്റെ ഇഹലോക ജീവിതത്തിലെ ഫിനിഷിംഗ് പോയിൻ്റാണ്. ഈ മനുഷ്യന് ജീവനുണ്ടെങ്കിലും കല്ലറയിലാണ് വാസം. സാധാരണ കല്ലറയിൽ അടക്കുന്നത് ജീവനില്ലാത്തവരെയാണ് കല്ലറയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഈ മനുഷ്യൻ ജീവനുണ്ടെങ്കിലും മരിച്ചവന് തുല്യമാണ്. കല്ലറയിലാണ് വാസം. ഇനിയും ഒരു വഴിയുമില്ല, ഒരു സാധ്യതയുമില്ല എന്ന അവസ്ഥയുള്ളവരോട് ഞാൻ പറയട്ടെ, ഒരു വഴിയുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞ യേശുവാണ് വഴി. യേശുവിനെ ക്ഷണിക്കുക ജീവിതത്തിലേക്ക്. ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാൻ യേശുവിന് സാധിക്കും. 8-ാം വാക്യത്തിൽ യേശു പറയുന്നു, അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ടുപോക എന്ന് യേശു കൽപ്പിച്ചപ്പോൾ തന്നെ ആ മനുഷ്യൻ സ്വതന്ത്രനായി സൗഖ്യമായി. പ്രിയമുള്ളവരൊന്ന് ചിന്തിച്ചേ, മനുഷ്യൻ പലവിധം ശ്രമിച്ചു, ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു നോക്കി, പല മനുഷ്യന് പറ്റുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തു. പക്ഷെങ്കിൽ ആ മനുഷ്യൻ ചങ്ങലയും പൊട്ടിച്ച് അവിടെ ബഹളം വെച്ചുകൊണ്ട് ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ട് ആ മനുഷ്യൻ ബഹളം വെച്ച് ആ മനുഷ്യൻ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. വചനം പറയുന്ന ആ മനുഷ്യൻ തന്നെ ചതച്ചുകൊണ്ടിരിക്കുക. സ്വയമായിട്ട് നശിപ്പിക്കുന്നത്, ജീവനെ കെടുത്തിക്കളയുന്നത്, ഇല്ലാതാക്കുന്നത്, ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നത്, അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. യേശു വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് വന്നത്. മനുഷ്യനെ സ്വതന്ത്രനാക്കാനാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്നത്. 18-ാം വാക്യം പറയുന്നു, യേശു പടകിൽ കയറിയപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നു, ഞാനും വരട്ടെ എന്ന്. സൗഖ്യമായ മനുഷ്യൻ, സ്വതന്ത്രനായ മനുഷ്യൻ, ഭൂതം വിട്ടുമാറിയ മനുഷ്യൻ താൻ യേശുവിനോട് ചോദിക്കുകയാണ്, ഞാനും വരട്ടെ എന്ന്. 19-ാം വാക്യം യേശു പറയുന്നു, വരണ്ട, നിന്റെ വീട്ടിൽ പോയി കർത്താവ് ചെയ്തത് പറയുക എന്ന് പറഞ്ഞു. 20-ാം വാക്യം ആ മനുഷ്യൻ ചെയ്തത്, ദെക്കപ്പൊലി നാട്ടിലൊക്കെയും പോയി യേശു ചെയ്തത് ഘോഷിച്ചു തുടങ്ങി. താൻ തൻ്റെ നാട്ടിലൊക്കെയും പോയി യേശു തൻ്റെ ജീവിതത്തിൽ ചെയ്തത് പറയുവാൻ തുടങ്ങി. യേശു പറഞ്ഞത് നിൻ്റെ വീട്ടിൽ പോയി പറയുവാനാണ്. എന്നാൽ ആ മനുഷ്യൻ അടങ്ങിയിരിക്കാൻ സാധിക്കത്തില്ല. ആ മനുഷ്യൻ അതേപോലൊരു വിടുതലാണ് സംഭവിച്ചത്. തൻ്റെ ശരീരം ഫ്രീ ആയി, തൻ്റെ ഹൃദയം ഫ്രീ ആയി, തനിക്ക് താൻ ആരാണെന്ന് മനസ്സിലായി. ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ആ മനുഷ്യൻ്റെ പിശാച് കൊണ്ടുപോയ ആ ജീവിതത്തെ യേശു കർത്താവ് മടക്കിക്കൊടുത്തു. താൻ സ്വതന്ത്രനായി. ആ മനുഷ്യൻ വീട്ടിൽ മാത്രം പോയി പറഞ്ഞാൽ മതി എന്ന് ആ മനുഷ്യനോട് യേശു പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചെയ്തത് എന്താണെന്നറിയാമോ? നാട്ടിലൊക്കെയും പോയി യേശുവിനെക്കുറിച്ച് ഘോഷിച്ചു തുടങ്ങി. യേശു ചെയ്തത് പറയാൻ തുടങ്ങി. ഈ മനുഷ്യൻ നാട് മുഴുവൻ യേശുവിനെ പറഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഒരു വിടുതൽ നൽകിയിട്ടുണ്ടെങ്കിൽ,
യേശു ചെയ്തത് മറ്റുള്ളവരോട് പറയുക. അത് അനേകർക്ക് രക്ഷയായും അനേകർക്ക് സൗഖ്യമായും മാറും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വിടുതലാണോ, വലിയ വിടുതലാണോ, എന്താണ് വിടുതൽ ചെയ്തത്, അത് മറ്റുള്ളവരോട് പറയുക. അത് അനേകരെ പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും നിങ്ങളുടെ ഒരു സാക്ഷ്യത്തിന് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സാധിക്കും. എല്ലാവർക്കും ഈ മനുഷ്യൻ്റെ സൗഖ്യം, ഈ മനുഷ്യൻ സ്വതന്ത്രനായത് എല്ലാവർക്കും അത്ഭുതമായി മനുഷ്യ രീതിയിൽ എല്ലാം ശ്രമിച്ചു, പക്ഷെങ്കിൽ നടന്നില്ല. ആ മനുഷ്യനെ ഒതുക്കുവാൻ, ആ മനുഷ്യനെ ശാന്തനാക്കുവാൻ ഒരു ഭൂമിയിലുള്ള ഒരു മനുഷ്യനും സാധിച്ചില്ല. എന്നാൽ യേശു ചെന്നപ്പോൾ, ഇതാ സ്വർഗം വഹിക്കുന്ന യേശു ചെന്നു കഴിഞ്ഞപ്പോൾ പിശാചിൻ്റെ പ്രവർത്തികൾ അഴിഞ്ഞു. ആ മനുഷ്യൻ സ്വതന്ത്രനായി. അങ്ങനെ ആകിയാൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് എവിടെയാണ് വസിക്കുന്നത്? മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? യേശുവുണ്ട്. ആയതിനാൽ ഞാനും നിങ്ങളും കൽപ്പിക്കുമ്പോൾ അത്ഭുതം നടക്കും. ഞാനും നിങ്ങളും കൽപ്പിക്കുമ്പോൾ രോഗാത്മാവ് വിട്ടുമാറും. ഇത് ഒരു വ്യക്തികളുടെ, കുറച്ച് പേരുടെ മാത്രം അല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ നാവിൽ അധികാരം തന്നിട്ടുണ്ട്. അധികാരത്തോട് കൽപ്പിക്കുക, പിശാചിൻ്റെ പ്രവർത്തികളോട് എതിർത്ത് നിൽക്കുക, സ്വതന്ത്രനാകുക. ഗലാത്യ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് നഷ്ടപ്പെട്ടത്? എന്താണ് നഷ്ടപ്പെട്ടത്? സ്വർഗത്തിൽ ദൈവം മടക്കി കൊണ്ടുവരും. ആയുസ്, ആരോഗ്യം, ഏത് ഏരിയയിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. മടക്കി വരുത്തുവാൻ യേശുവിന് സാധിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് വചനം ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടഭാരത്താലും ജപ്തിയിലും, കർത്താവ് ജീവിത തകർച്ചയിലും, രോഗത്താലും ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൗഖ്യമാക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ കരം അവർക്ക് വേണ്ടി ഇറങ്ങട്ടെ. പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ സൗഖ്യമാകുക. രോഗാത്മാവെ ശരീരങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. അശുദ്ധാത്മാക്കൾ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. അത്ഭുതം നടക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, 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 ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.